ശബരിമലയുടെ കേസ് വീണ്ടും വീണ്ടും പ്രശ്നത്തിലേക്ക് തന്നെ പോവുകയാണ്. ഇപ്പോൾ പുറത്തു വരുന്നത് ഫോട്ടോസിന്റെ ഒരു കളിയാണ്. നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോടൊപ്പം നിന്നു, ആരെയെല്ലാം കണ്ടു എന്നുള്ളതാണ്. ഇന്നലെ അവസാനമായി പുറത്തു വന്നിരിക്കുന്ന ഫോട്ടോ, അല്ലെങ്കിൽ ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കുന്നുണ്ടായിരിക്കും, കൂടുതൽ അതിലേക്ക് ചാനലുകളൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷേ എങ്കിലും ഇന്നും വന്നിട്ടുള്ളതാണ് പ്രതിഭ MLA നിൽക്കുന്ന ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് 2-3 ജില്ലകളിലെ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ, കോട്ടയം, 3-4 ജില്ലകളിലെ പ്രമുഖരായിട്ടുള്ള എല്ലാ നേതാക്കളെയും, അത് ഇടതുപക്ഷമാവട്ടെ വലതുപക്ഷമാവട്ടെ, എല്ലാ നേതാക്കളെയും പിടിച്ചുകൊണ്ടുള്ള, കോൺഗ്രസിലെയും CPM-ലെയും എല്ലാ നേതാക്കളെയും പിടിച്ചുകൊണ്ടുള്ള വളരെ വലിയൊരു ശൃംഖലയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നലെ രാജീവ് അബ്രഹാമിന്റെ കാര്യം വന്നായിരുന്നു. രാജീവ് അബ്രഹാം ഇതുപോലെ ഫോട്ടോയിൽ നിന്നെന്നും പോയെന്നൊക്കെ പറഞ്ഞത് വലിയ വിഷയമായി. കടകംപള്ളി സുരേന്ദ്രന്റെ ഒരു പ്രാവശ്യം ഇവിടെ പോയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് 2 പ്രാവശ്യമായി ബാംഗ്ലൂർ വെച്ച് കണ്ടെന്ന് പറയുന്നു. അങ്ങനെ അതീവ ഗുരുതരമായ ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് ശബരിമല പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ കോടതി, ഇന്നലെയും കോടതി ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ ദിവസവും കോടതി ബഹളം ഉണ്ടാക്കുന്നുണ്ട്. എൻ വാസു വിശ്വാസിയാണെന്നാണ് എഴുതി കൊടുത്തിരിക്കുന്നത് കോടതിയിൽ. ജാമ്യത്തിന് പോയപ്പോൾ സുപ്രീം കോടതിയിൽ എഴുതി കൊടുത്തത് ഞാൻ വിശ്വാസിയാണെന്നാണ്. അങ്ങനെ വിശ്വാസിയായ ഒരാൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കോടതി ചോദിക്കുന്നത്. അപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലൂടെയാണ് ശബരിമല പോയിക്കൊണ്ടിരിക്കുന്നത്. അത് 4 സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് നിർബന്ധമായി ഇതിന് CBI വരേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മുതലേ പറയുന്നത്. CBI വരാതെ ശബരിമല വിഷയം തീരുകയില്ല. അത് വാജീവാഹനമാകട്ടെ, കൊടിമരമാകട്ടെ, 18-ാം പടിയാകട്ടെ, അഷ്ടദിക്പാലകരുടേതാകട്ടെ, പിന്നെ ദ്വാരപാലകൻ വിഗ്രഹമാകട്ടെ, കട്ടളപ്പടി എടുത്തതാകട്ടെ, എന്തൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടോ അതിനെല്ലാം അത് ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയതിനു ശേഷം, ഡ്യൂപ്ലിക്കേറ്റ് അവിടെ കൊണ്ടുവന്ന ശേഷം ഒറിജിനൽ വേറെ കൊണ്ടുപോയിരിക്കുന്നു. ഇങ്ങനെ വളരെ വലിയ തോതിലുള്ള വലിയ പ്രതിസന്ധിയാണ് ശബരിമലയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രതിഭ ഇതിനകത്ത് പെട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ CPM-നകത്തുള്ള വീണ ജോർജ്, പ്രതിഭ, രാജീവ് അബ്രഹാം, പിന്നെ അതുപോലെ തന്നെ ആന്റണി, അങ്ങനെ വളരെ വലിയ ടീമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിനിടയിൽ ED ചെയ്തിരിക്കുന്ന ഒരു പണി, ഓരോരുത്തരുടെ ആയിട്ട് സ്വത്തുകൾ കണ്ടുകെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വത്ത് കണ്ടുകെട്ടി കഴിഞ്ഞു. ബാക്കിയുള്ള ആളുകളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിക്കൊണ്ടേയിരിക്കുന്നു. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു. അങ്ങനെ പല രൂപത്തിലേക്ക് ശബരിമല വിഷയം ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്നുള്ള നിലയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും 75 ദിവസത്തോളമാകുന്നു ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി 90 ദിവസമാകുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അകത്തായിട്ട്. 90 ദിവസത്തിന് മുമ്പ് നടന്ന ഒരു റിപ്പോർട്ടിന്റെ ബേസിൽ, ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ജഡ്ജിയുടെ ഒറ്റ റിപ്പോർട്ടിന്റെ ബേസിലാണ് ഇത്രയും ഗുരുതരമായ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ മറ്റൊരു കാര്യം അറിയുന്നത്. 2014 തന്നെ അവിടെ ദേവപ്രശ്നം വെച്ചപ്പോൾ ഒരു കാര്യം തെളിയിക്കപ്പെട്ടു. ഇനി വരുന്ന വർഷങ്ങളിൽ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാകും ശബരിമലയിൽ. അതുകൊണ്ട് അപായവും ജയിൽവാസവും പിന്നെ പല കാര്യങ്ങൾ നടക്കും. അപ്പൊ അതിനുശേഷം എന്തെല്ലാം കാര്യങ്ങൾ നടന്നു. എന്തുകൊണ്ട് നമ്മൾ വിശ്വാസത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവർ ഒന്നുകിൽ വിശ്വസിക്കാതിരിക്കുക, ദേവപ്രശ്നം പോലുള്ള കാര്യങ്ങളൊന്നും വെക്കാതിരിക്കുക, അഥവാ ദേവപ്രശ്നം പോലുള്ള കാര്യങ്ങൾ വെച്ചാൽ അതിൽ ചാർത്തിൽ എഴുതി തരുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് ഒരു അരവിശ്വാസം, ചിലർക്ക് വിശ്വാസമില്ല, കുറച്ച് യുക്തിവാദികൾ, ഇതെല്ലാവരും കൂടി, കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം കൂടി കയറി നാശക്കോട്ടയാക്കിയിരിക്കുകയാണ് ശബരിമലയിൽ. എന്തായാലും അയ്യപ്പൻ ഇറങ്ങിക്കളിക്കുകയാണ്. വളരെ വലിയ തോതിലാണ് ശബരിമല വിഷയം ഇപ്പോൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊള്ളയായി നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇത് വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ED-യിൽ നിൽക്കുകയില്ല ഈ വിഷയം. നേരെ CBI എടുക്കണം. 4 സ്റ്റേറ്റിനകത്തുണ്ട്, കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക. ഇത് മഹാരാഷ്ട്രയിലെ ഒരു പിന്നെ ജുവലറിയുടെ സഹായം എടുത്തതായിട്ടും പറയുന്നു. അപ്പോൾ മഹാരാഷ്ട്രയിലെ ജുവലറിയും കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ 5 സ്റ്റേറ്റായി. അപ്പോൾ പിന്നെ ഡൽഹിയായി, മറ്റ് രാജ്യങ്ങളായി. അപ്പോൾ ഇത് വളരെ വലിയ തോതിലാണ്, ഇതിനൊരു ഇന്റർനാഷണൽ, ദേശീയ മാനമുള്ള ഒരു കേസായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ തോതിലുള്ള, വളരെ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. കേസുകൾ CBI ഏൽപ്പിക്കേണ്ടതുണ്ട്. കോടതി ഇപ്പം എന്ത് പറയുമെന്നറിയില്ല. ഹൈക്കോടതിയിൽ അത് സംബന്ധമായി കേസ് കിടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് CBI ഏൽപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. ഇന്റർപോൾ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇതിനിടയിലാണ് കടകംപള്ളി സുരേന്ദ്രനെ ED ചോദ്യം ചെയ്യാനുള്ള സമയമായി കഴിഞ്ഞു. ഒരുപക്ഷെ പ്രധാനമന്ത്രിയെ കൂടെ വന്ന് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം അവർ കുറച്ചൊരു വാർത്താ പ്രാധാന്യമൊക്കെ കിട്ടണമല്ലോ. അത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എല്ലാ കാര്യത്തിലും. അപ്പോൾ എന്തായാലും അതുകൊണ്ടൊക്കെയാണോ അവർ ഇറക്കുന്നതെന്ന് അറിയില്ല. തീർച്ചയായിട്ടും ED അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ വാസവനെ പുറത്താക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ അസംബ്ലിയിൽ പറയുകയും അതിൻ്റെ സമരവും നടക്കുകയാണ്. അപ്പോൾ വളരെ വലിയ തോതിലുള്ള സമരമാണ് നടക്കുന്നത്. വലിയ പ്രതിസന്ധിയിലേക്കാണ് ശബരിമല പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ശബരിമലയിലെ സ്വർണം
1998 മുതൽ 2025 വരെ എടുക്കുമ്പോൾ 26 വരെ എടുക്കുമ്പോൾ 28 വർഷക്കാലത്തെ കൊള്ളയാണ്, പകൽ കൊള്ളയാണ് അവിടെ നടന്നിരിക്കുന്നത്. ഓരോ വിഷയങ്ങളും എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അതിൽ വലിയ മാറ്റമുണ്ടാകാനുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും SIT നന്നായി അന്വേഷിക്കുന്നു എന്നാണ് കോടതി പറയുന്നത്. അപ്പോഴും ഒരു പ്രശ്നമുള്ളത്, അവർ ഇടയ്ക്കിടയ്ക്ക് അറസ്റ്റ് ചെയ്യും, അറസ്റ്റ് നിർത്തും, ഇങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ കേൾക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും PS പ്രശാന്തിനെയും വീണ്ടും ചോദ്യം ചെയ്യും. അതിലൂടെ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും വളരെ വലിയ ഒരു മാനത്തിലേക്കാണ് ശബരിമല വിഷയം മാറിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം കഴിയും തോറും ഈ സ്വർണം ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോ എന്നറിയാൻ പറ്റാത്ത രീതിയിൽ പല രാജ്യങ്ങളിൽ, പല ദേശങ്ങളിൽ, പല സ്ഥലങ്ങളിൽ, പല വ്യക്തികൾക്ക് കൊടുത്തതായിട്ടുള്ള കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ തീർച്ചയായിട്ടും ഇതിനൊരു എൻഡ് എന്നാണ് എന്ന് നമുക്കറിയാൻ കഴിയാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ തന്നെ എല്ലാം കൂടി 100 ദിവസത്തോളമാകുന്നു ശബരിമല വിഷയം, 4 മാസത്തോളമാകുന്നു. ഒക്ടോബറിൽ തുടങ്ങിയതാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി മാസം 4 മാസത്തേക്കുള്ള 4 മാസമായിട്ടും ഇതിൽ കൃത്യമായി ഇതിൻ്റെ തൊണ്ടി മുതൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതും വളരെ ഗൗരവതരമായ ഒരു വിഷയമായി തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്.